നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാവുന്ന ടോപ്പിക് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് ആണ്. സോ ഇന്നൊരു ന്യൂ സീരീസ് ഓഫ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ലോജിക് സർക്യൂട്ട് ഡിസൈനിന്റെ 5th മൊഡ്യൂളിലെ ടോപ്പിക്കാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ 5th മൊഡ്യൂളിലെ ഫസ്റ്റ് ടോപ്പിക്കാണ് ഷിഫ്റ്റ് രജിസ്റ്റർ. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നമ്മൾ ഓൾറെഡി VLSI സബ്ജക്റ്റിന്റെ ഒരു സീരീസ് ഓഫ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 3 മൊഡ്യൂൾസിന്റെ കംപ്ലീറ്റ് ടോപ്പിക്സും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യനും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ നെക്സ്റ്റ് സീരീസ് ഓഫ് ക്ലാസ് ആണ്. ഇത് ലോജിക് സർക്യൂട്ട് ഡിസൈൻ ആണ്. സോ രജിസ്റ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തറിയാം, രജിസ്റ്റർ ഒരു ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് രജിസ്റ്റർ. ഓക്കെ, അപ്പോൾ ഇവിടെ രജിസ്റ്റർ ആയിട്ട് യൂസ് ചെയ്യുക ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് വെച്ചാൽ എന്താണ്, ഒരു 1 ബിറ്റ് ഡേറ്റ സ്റ്റോർ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. അപ്പോൾ ഇവിടെ രജിസ്റ്റർ എന്ന് പറയുമ്പോൾ എന്താണ്, മോർ ദാൻ 1 നമ്പർ ഓഫ് ബിറ്റ് ഉണ്ടാവും. ഒരു ഡേറ്റ എന്ന് പറയുമ്പോൾ ഒരു ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് രജിസ്റ്റർ യൂസ് ചെയ്യുക. അതിൽ കുറേ നമ്പർ ഓഫ് ബിറ്റ്സ് ഉണ്ടാവും. അപ്പോൾ എത്ര നമ്പർ ഓഫ് ബിറ്റ്സ് ഉണ്ടോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഒരു 4 ബിറ്റ് രജിസ്റ്റർ ആണെങ്കിൽ അതിൽ എത്ര ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ടാവും, 4 ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ടാവും. നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ് അറിയാം. ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ്, JK ഫ്ലിപ്പ് ഫ്ലോപ്പ്, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ട്. അതിൽ ബേസിക്കലി ഷിഫ്റ്റ് രജിസ്റ്ററിൽ എപ്പോഴും യൂസ് ചെയ്യുക ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്. അപ്പോൾ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ട്രൂത്ത് ടേബിൾ ഒക്കെ നമുക്ക് അറിയാവുന്നില്ലേ. ഇപ്പോൾ ഇൻപുട്ട് 1 ആണെങ്കിൽ അത് സെറ്റ് ആവും, ദാറ്റ് മീൻസ് ഔട്ട്പുട്ട് 1 ആയിരിക്കും. ഇൻപുട്ട് 0 ആണെങ്കിൽ റീസെറ്റ് ആവും, ഔട്ട്പുട്ടും 0 ആയിരിക്കും. അപ്പോൾ ആ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് നമ്മളിവിടെ ഷിഫ്റ്റ് രജിസ്റ്ററിൽ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ രജിസ്റ്റർ എന്നൊരു ടൈം മനസ്സിലായില്ലേ. എ ഗ്രൂപ്പ് ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് രജിസ്റ്റർ. അതിൽ നമുക്കൊരു ഗ്രൂപ്പ് ഓഫ് ബിറ്റ്സ് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ നെക്സ്റ്റ് ഉള്ളതാണ് ഷിഫ്റ്റ് ഓപ്പറേഷൻ. നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഡേറ്റ എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിൽ നിന്ന് അടുത്തതിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഷിഫ്റ്റ് രജിസ്റ്റർ. ഇനി ഈ ഷിഫ്റ്റ് ഓപ്പറേഷൻ വെച്ചാൽ ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഒരു ക്ലോക്ക് പൾസിന് ഡിപ്പെൻഡ് ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ. സോ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ടാവും. ഏതാണ് യൂസ് ചെയ്യുക, ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്. ഇവിടെ ഒരു ഷിഫ്റ്റ് ഓപ്പറേഷൻ ഉണ്ടാവും. ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിലെ ഡേറ്റയെ അടുത്തതിലേക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. സോ ഷിഫ്റ്റ് ഓപ്പറേഷനെ കൺട്രോൾ ചെയ്യുന്ന ആരാണ്, ക്ലോക്ക് പൾസ് ആണ്. സോ എ ഫ്ലിപ്പ് ഫ്ലോപ്പ് ക്യാൻ സ്റ്റോർ 1 ബിറ്റ്. ഗ്രൂപ്പ് ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് എന്ത്, രജിസ്റ്റർ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ n ബിറ്റ് രജിസ്റ്റർ ആണെങ്കിൽ അതിൽ എത്ര ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ടാവും, n ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ടാവും. എത്ര ഡേറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റും, n ബിറ്റ് ഡേറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് അറിഞ്ഞിരിക്കേണ്ടതാണ് ഷിഫ്റ്റ് രജിസ്റ്റർ സിങ്ക്രോണസ് ആണ്. സിങ്ക്രോണസ് മീൻസ് വാട്ട്, ഡിപ്പെൻഡ്സ് ഓൺ ക്ലോക്ക് ആയിരിക്കും. ഒരു സർക്യൂട്ടിന്റെ ഓപ്പറേഷൻ ക്ലോക്ക് ഡിപ്പെൻഡ്സ് ആണെങ്കിൽ അതിനെ പറയുന്നതാണ് സിങ്ക്രോണസ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ എന്താണ്, ഷിഫ്റ്റ് എന്നുള്ളൊരു ഓപ്പറേഷൻ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, ക്ലോക്ക് പൾസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. സോ ഇറ്റ് ഈസ് സിങ്ക്രോണസ്. ഇനി സീക്വൻഷ്യൽ സർക്യൂട്ട് എന്ന് വെച്ചാൽ എന്താണ്, ഒരു പെർട്ടിക്കുലർ സർക്യൂട്ടിന്റെ ഔട്ട്പുട്ട് അതിന്റെ കറന്റ് ഇൻപുട്ടിനെയും പ്ലസ് അതിന്റെ പ്രീവിയസ് ഔട്ട്പുട്ടിനെയും പ്രീവിയസ് സ്റ്റേജിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് സീക്വൻഷ്യൽ സർക്യൂട്ട്. ആണ് കോമ്പിനേഷൻ സർക്യൂട്ടും സീക്വൻഷ്യൽ സർക്യൂട്ടൊക്കെ പഠിച്ചിട്ടില്ലേ. കോമ്പിനേഷൻ സർക്യൂട്ട് എന്ന് വെച്ചാൽ എന്താണ്, അതിന്റെ ഔട്ട്പുട്ട് ഡിപ്പെൻഡ്സ് ഓൺ ദ പ്രസന്റ് ഇൻപുട്ടിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോമ്പിനേഷൻ സർക്യൂട്ട്. അതിന്റെ പ്രീവിയസ് സ്റ്റേജിനെ ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അതാണ് സീക്വൻഷ്യൽ സർക്യൂട്ട്. സോ നമ്മുടെ ഷിഫ്റ്റ് രജിസ്റ്റർ സിങ്ക്രോണസ് ആണ്, ക്ലോക്ക് ഡിപ്പെൻഡ് ആണ്, പ്ലസ് ഇതൊരു സീക്വൻഷ്യൽ സർക്യൂട്ടും ആണ്. സോ ഷിഫ്റ്റ് രജിസ്റ്റർ ഈസ് എ സിങ്ക്രോണസ് സീക്വൻഷ്യൽ സർക്യൂട്ട്. അതിന്റെ ഫംഗ്ഷൻ എന്താണ്, ഇറ്റ് സ്റ്റോർ ഡേറ്റ ആൻഡ് മൂവ് ഡേറ്റ. ഡേറ്റ സ്റ്റോർ ചെയ്യുന്നുണ്ട്, പ്ലസ് ഡേറ്റ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഡേറ്റ ഏത് സീരിയൽ അല്ലെങ്കിൽ പാരലൽ ആയിട്ടായിരിക്കും. ഇനി ഇവിടുത്തെ ക്ലോക്ക് ഡിപ്പെൻഡ് ആണെന്ന് പറഞ്ഞു. സോ നമുക്കറിയാം എഡ്ജ് ട്രിഗേർഡ്, ലെവൽ ട്രിഗേർഡ് എന്നൊക്കെ കേട്ടില്ലേ. അപ്പോൾ ഇവിടുത്തെ ക്ലോക്ക് എന്ന് വെച്ചാൽ എഡ്ജ് ട്രിഗേർഡ് ആണ് ഇവിടുത്തെ ഓപ്പറേഷൻ. ദാറ്റ് മീൻസ് എന്താണ്, ഇപ്പോൾ ഇതൊരു ക്ലോക്ക് പൾസ് ആണെന്ന് വിചാരിക്കുക. ഈ ക്ലോക്ക് പൾസിന്റെ ഫോളിംഗ് എഡ്ജ് വരുമ്പോഴാണ് എന്ത് ചെയ്യുക, ഡേറ്റ ഷിഫ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇവിടുത്തെ ഷിഫ്റ്റ് ഓപ്പറേഷൻ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, ക്ലോക്ക് പൾസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ക്ലോക്ക് തന്നെ എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക, അത് എഡ്ജ് ട്രിഗേർഡ് ആണ്. ദാറ്റ് മീൻസ് ഇത് ലോജിക് 0 ആണ്, ഇത് ലോജിക് 1 ആണ്, ഇത് ലോജിക് 0 ആണ്. അപ്പോൾ ഈ ലോജിക് 1 നിന്ന് 0യിലേക്കുള്ള ഈ ട്രാൻസിഷൻ, ഇതാണ് ഫോളിംഗ് എഡ്ജ് എന്ന് പറയുന്നത്. 0യിൽ നിന്ന് 1ലേക്കുള്ളതാണ് റൈസിങ് എഡ്ജ്. അപ്പോൾ ഇവിടുത്തെ എന്താണ്, ഫോളിംഗ് എഡ്ജ് വരുമ്പോഴാണ് എന്ത് ചെയ്യുക, ഇവിടെ ഷിഫ്റ്റ് ഓപ്പറേഷൻ നടക്കുക. അപ്പോൾ ഇത്രയും ക്ലിയർ അല്ലേ. ഇനി ഇവിടെ നമ്മൾ പറഞ്ഞു സീരിയൽ അല്ലെങ്കിൽ പാരലായിട്ടാണ് ഡേറ്റ മൂവ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ സീരിയൽ മീൻസ് എന്താണ്, 1 ബിറ്റ് അറ്റ് എ ടൈം ആണ്. പാരലൽ മീൻസ് എന്താണ്, സൈമൾട്ടേനിയസിലാണ്. ഓൾ ബിറ്റ് അറ്റ് എ ടൈം ആണ് പാരലൽ. സോ ഇതൊരു സർക്യൂട്ട് സെക്ഷൻ ആണെന്ന് കരുതുക. ഇതിലേക്ക് 1 ബിറ്റ് അറ്റ് എ ടൈം ആണ് പാസ് ചെയ്യുന്നതെങ്കിൽ എന്താണ്, ദാറ്റ് മീൻസ് സീരിയൽ ഇൻപുട്ട് ആണ്. അതുപോലെ ഔട്ട്പുട്ട് എടുക്കുന്നത് 1 ബിറ്റ് അറ്റ് എ ടൈം ആണെങ്കിൽ എന്ത് ചെയ്യാം, ഇതിനെ സീരിയൽ ഔട്ട്പുട്ട് എന്ന് പറയാം. ബട്ട് നമ്മൾ എല്ലാ ബിറ്റ്സും സൈമൾട്ടേനിയസ്ലി പാസ് ചെയ്യാണ്. മോർ ദാൻ 1 ബിറ്റ് അറ്റ് എ ടൈം പാസ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് പാരലൽ. അതുപോലെ തന്നെ ഓൾ ഔട്ട്പുട്ട് അറ്റ് എ ടൈം എടുക്കുകയാണെങ്കിൽ, സൈമൾട്ടേനിയസ് എടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് പാരലൽ ഔട്ട്പുട്ട്. അപ്പോൾ ഇങ്ങനെ 2 ഓപ്പറേഷൻ ഉണ്ട്. അപ്പോൾ ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത് സീരിയൽ ആണോ പാരലൽ ആണോ അതിനെ കൺസിഡർ ചെയ്ത് നമുക്ക് ഷിഫ്റ്റ് രജിസ്റ്റർ 4 ഡിഫറൻസ് ടൈപ്പ് ഉണ്ട്. ഒന്ന് സീരിയൽ ഇൻപുട്ട്, സീരിയൽ ഔട്ട്പുട്ട്. ഓക്കെ, അടുത്ത സീരിയൽ ഇൻപുട്ട് പാരലൽ ഔട്ട്പുട്ട്. അടുത്ത എന്താണ്, പാരലൽ ഇൻപുട്ട് സീരിയൽ ഔട്ട്പുട്ട്. അടുത്ത പാരലൽ ഇൻപുട്ട് പാരലൽ ഔട്ട്. ഓക്കെ, അപ്പം നമ്മൾ 4 കോമ്പിനേഷൻ,
ഒന്നുകിൽ ഇൻപുട്ട് സീരിയൽ ആവാം അല്ലെങ്കിൽ പാരലൽ ആവാം, അതുപോലെ ഔട്ട്പുട്ട് സീരിയൽ ആവാം അല്ലെങ്കിൽ പാരലൽ ആവാം. അതിനെ ഡിപ്പെൻഡ് ചെയ്ത് 4 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഷിഫ്റ്റ് രജിസ്റ്റർ ഉണ്ട്. സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യത്തെ 2 ടൈപ്പാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ടൈപ്പ് ഈസ് സീരിയൽ ഇൻ സീരിയൽ ഔട്ട് ഷിഫ്റ്റ് രജിസ്റ്റർ, SISO എന്നാണ് നമ്മൾ ഷോർട്ടായിട്ട് പറയുക. സീരിയൽ ഇൻ സീരിയൽ ഔട്ട് ഷിഫ്റ്റ് രജിസ്റ്റർ. ഫോർ എക്സാമ്പിൾ ഒരു 4-bit രജിസ്റ്ററാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇവിടെ എല്ലാം എന്താണ് D ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് യൂസ് ചെയ്യുക. നമ്മളിവിടെ 4 ഫ്ലിപ്പ് ഫ്ലോപ്പിനെയും ABCD എന്ന് ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ D ഡിനോട്ട് ചെയ്യുന്ന എന്താണ് ഡേറ്റ ഇൻപുട്ട് ആണ്, Q എന്താണ് ഔട്ട്പുട്ട് ആണ്. സോ D എന്ന് ഡിനോട്ട് ചെയ്ത ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഡേറ്റ എന്താണ് D എന്ന് ഡിനോട്ട് ചെയ്യാം, ഔട്ട്പുട്ടിനെ QD. സിമിലർലി ഇതിനെ DC QC, ഇതിനെന്താണ് DB QB, ഇതെന്താണ് DA QA എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്തു. ഇനി ഇതെന്താണ് നമ്മൾ സീരിയൽ ഇൻ സീരിയൽ ഔട്ടാണ്. അപ്പോൾ ഇൻപുട്ടും സീരിയൽ ആയിട്ടാണ് പാസ് ചെയ്യുന്നത്, ഔട്ട്പുട്ട് എടുക്കുന്നതും സീരിയൽ ആയിട്ടാണ്. സോ ഇൻപുട്ട് പാസ് ചെയ്യുന്നതാണ് ഈ D ഇൻ, ഔട്ട്പുട്ടാണ് D ഔട്ട്. പിന്നെ ഓൾറെഡി നമ്മൾ പറഞ്ഞു ഷിഫ്റ്റ് രജിസ്റ്റർ എന്താണ് സിങ്ക്രോണസ് ആണ്, സോ ക്ലോക്ക് ഡിപ്പെൻഡൻ്റ് ആണ്. സോ ഇവിടെ എന്ത് ചെയ്യണം, ക്ലോക്ക് പൾസും എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്കും പാസ് ചെയ്യുന്നുണ്ട്. 4-bit shift register constructed with D flip flop, data entered serially into it, similarly output taken serially. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ഇതെന്താണ് എഡ്ജ് ട്രിഗേർഡ് ആണ് ക്ലോക്ക്. അതിനൊരു സിമ്പിൾ എക്സാമ്പിൾ ആണ് ഇവിടെ വരച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് ഒരു ഡേറ്റ, ഒരു 1 എന്നുള്ളൊരു ഡേറ്റ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് സ്റ്റോർ ചെയ്തെന്ന് വിചാരിക്കുക. അപ്പോൾ ഡേറ്റ 1 എന്നാണ് ഇൻപുട്ട് നമ്മൾ കൊടുത്തതെങ്കിൽ ആ 1 ആദ്യം ഫസ്റ്റ് ക്ലോക്ക് പൾസിൽ എന്തായിരിക്കും ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൽ സ്റ്റോർ ആവും. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്, അടുത്തടുത്ത ഓരോ ക്ലോക്ക് പൾസിലും എന്തായിരിക്കും അത് അടുത്തടുത്ത ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ആദ്യം QD ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് 1 ആണ്. അപ്പോൾ ആദ്യത്തെ എഡ്ജിൽ എന്താണ് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് 1 ആണ്. ഇനി അടുത്ത ഫോളിംഗ് എഡ്ജ് ആകുമ്പോൾ, അടുത്ത ഫോളിംഗ് എഡ്ജ് എന്ന് പറയുമ്പോൾ എന്താണ് ഇത് ഹൈയിലെത്തി ഹൈന്ന് ലോയിലേക്ക് പോകുന്ന ടൈം. ഈ ലോയിലേക്ക് പോകുമ്പോൾ എന്തായിരിക്കും ഇത് എഡ്ജ് ട്രിഗേർഡ് ആണ്. ആ ടൈമിൽ എന്താണ് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിലെ ഡേറ്റ അടുത്തയിലേക്ക് ഷിഫ്റ്റ് ആവും. എന്ന് വെച്ചാൽ ഇവിടെ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൽ 1 ആണെങ്കിൽ അതുവരെ സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൽ 0 ആയിരുന്നു, ഇതെന്ത് ചെയ്യും അടുത്തയിലേക്ക് ഷിഫ്റ്റ് ആവും. ദാറ്റ് മീൻസ് എന്താണ് QC അപ്പോഴേക്കും ഹൈ ആവും. ഓക്കെ, ഇനി അടുത്ത ഫോളിംഗ് എഡ്ജിൽ, അടുത്ത ഫോളിംഗ് എഡ്ജ് എന്ന് പറയുമ്പോൾ എന്താണ് ഇതെല്ലാം കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോൾ അടുത്ത ഫോളിംഗ് എഡ്ജ് ആകുമ്പോൾ എന്താണ് ഈ സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിലെ ഡേറ്റ എന്താണ് തേർഡിലേക്ക് ഷിഫ്റ്റ് ആവും. അപ്പം അതുവരെ തേർഡ് എന്താണ് 0 ആയിരുന്നു, ഈ ഒരു ടൈം ആയപ്പോൾ എന്തായി ഇത് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആയി, ഇത് 0 ആയി. ഓക്കെ, അപ്പം ഇങ്ങനെ ഷിഫ്റ്റ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അത് ഡിനോട്ട് ചെയ്യാനുള്ള ഒരു സിമ്പിൾ ടൈമിംഗ് ഡയഗ്രം ഞാൻ വരച്ചാണ്. നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് വരയ്ക്കാം കേട്ടോ. എങ്ങനെയാണ് ഒരു 4-bit കംപ്ലീറ്റ് രജിസ്റ്ററിലും എങ്ങനെയാണ് ഇത് വരിക എന്ന് നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഇത്രയും ക്ലിയർ ആയില്ലേ, എങ്ങനെയാണ് ക്ലോക്ക് വരുമ്പോൾ എങ്ങനെയാണ് ഔട്ട്പുട്ട് ചേഞ്ച് ആവുക, എങ്ങനെയാണ് ഷിഫ്റ്റ് ആവുക, അതിന് അതിൻ്റെ ബേസിക് സർക്യൂട്ട്. സോ ഇനീഷ്യലി നമ്മളൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാണ്. ഇനീഷ്യലി രജിസ്റ്ററിൽ ഡേറ്റ 0 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളൊരു ക്ലിയർ പിൻ കൊടുത്തു, എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിലെയും ഡേറ്റ എന്താക്കി 0 ആണ്. ദാറ്റ് മീൻസ് QA QB QC QD എല്ലാത്തിൻ്റെ ഔട്ട്പുട്ട് എന്താണ് 0 എന്നുള്ള സ്റ്റേജിൽ നിൽക്കുകയാണ്. ഇനി നമ്മൾ ഡേറ്റ 1 1 1 1 എന്നുള്ളതാണ് നമ്മളുടെ ഡേറ്റ എന്ന് അസ്യൂം ചെയ്യുക. ഈ ഡേറ്റ നമ്മൾ സീരിയലി അതിലേക്ക് അപ്ലൈ ചെയ്യണം. അപ്പോൾ ആദ്യം ഈ LSBയിലുള്ള 1 ആണ് ആദ്യം ഇൻപുട്ട് പിന്നിലേക്ക് കൊടുക്കുക. സോ LSB അപ്ലൈ ടു D ഇൻ, ആ ഇൻപുട്ടിലേക്ക് എന്താണ് ഫസ്റ്റ് ബിറ്റ് പാസ് ചെയ്തു. ഇനി എന്താണ് ഫസ്റ്റ് ക്ലോക്ക് പൾസ് വരുമ്പോൾ, ഫസ്റ്റ് ഫോളിംഗ് ക്ലോക്ക് എഡ്ജ് വരുമ്പോൾ എന്താവും ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ് സെറ്റ് ആവും. ദാറ്റ് ഈസ് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് എന്താവും 1 ആവും. സോ ഫസ്റ്റ് ഫോളിംഗ് എഡ്ജ് കഴിയുമ്പോൾ എന്താണ് QD എന്നുള്ള ഏറ്റവും ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിലെ ഡേറ്റ എന്താവും 1 ആവും, ബാക്കിയെല്ലാം ഇപ്പോഴും 0 ആണ്. സോ ഫസ്റ്റ് D ഇൻ 1 1 1 1 എന്നാണ് നമ്മൾ പാസ് ചെയ്തത്. ഫസ്റ്റ് LSB വരും, LSB ആണ് ഇൻപുട്ടായിട്ട് കൊടുക്കുക. ഫസ്റ്റ് ക്ലോക്കിൻ്റെ ആദ്യത്തെ ഫോളിംഗ് എഡ്ജിൽ എന്തായിരിക്കും ഇതിന് 1 ഡേറ്റ സ്റ്റോർ ആവും. ദാറ്റ് മീൻസ് ക്യൂവിൽ എന്താണ് 1 ആണുള്ളത്. ഇനി അടുത്തൊരു ക്ലോക്ക് വരുമ്പോൾ, അടുത്ത ഒരു ഫോളിംഗ് എഡ്ജ് വരുമ്പോൾ എന്തായിരിക്കും ഈ 1 ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആവും. ഓക്കെ, ഈ 1 ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആവും. സിമിലർലി സെക്കൻഡ് ഇൻപുട്ടും ഇങ്ങോട്ടേക്ക് പാസ് ചെയ്യും. നമ്മളിപ്പോൾ എല്ലാ ഇൻപുട്ടും 1 എന്നാണ് എടുത്തത്. അപ്പോൾ എന്തായിരിക്കും ആ സെക്കൻഡ് ഇൻപുട്ട് ഇങ്ങോട്ടേക്ക് വരും, ഇവിടെയുള്ളത് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആവും. അപ്പോൾ എങ്ങനെയാവും 1 1 0 0 എന്നാവും. ഇനി അടുത്ത ഫോളിംഗ് എഡ്ജ് ആകുമ്പോൾ എന്തായിരിക്കും ഇത് ഇങ്ങോട്ടേക്ക് പാസ്സാവും, ഇവിടെയുള്ള ഡേറ്റ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആവും, അടുത്ത ഇൻപുട്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആവും. അപ്പോൾ എന്താവും 1 1 1 1. ഇനി അടുത്ത ഫോളിംഗ് എഡ്ജ് ആകുമ്പോൾ എന്താണ് ഇത് ഇങ്ങോട്ട് പാസ്സാവും, ഇവിടെയുള്ള ഇങ്ങോട്ടേക്ക് പാസ്സായി, ഇവിടെയുള്ള ഇങ്ങോട്ടേക്ക് പാസ്സായി, അടുത്ത ഫോർത്ത് ഇൻപുട്ട് ഇങ്ങോട്ടേക്ക് വന്നു. ഇപ്പം എങ്ങനെ എന്താവും എല്ലാത്തിലും 1 ആവും. ഇങ്ങനെയാണ്
ഡേറ്റ ഷിഫ്റ്റ് ആവുക. സോ എന്താണോ നമ്മളിപ്പോൾ ഇൻപുട്ട് 1 1 1 എന്നാണ് കൺസിഡർ ചെയ്തത്. സോ ഇപ്പോൾ എന്തായി, നാലാമത്തെ ഷിഫ്റ്റ് കഴിയുമ്പോൾ എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിലും 1 ആയി. ഇനി അടുത്ത ഷിഫ്റ്റിൽ എന്തായിരിക്കും, ഇത് ഔട്ടിൽ കിട്ടും. അപ്പോൾ ഇവിടെ ഔട്ട്പുട്ടും 1 ബിറ്റ് അറ്റ് എ ടൈം ആണ് നമുക്ക് കിട്ടുക. ഇതാണ് സീരിയൽ ഇൻ സീരിയൽ ഔട്ട് ഷിഫ്റ്റ് രജിസ്റ്റർ. ഇനി നെക്സ്റ്റ് വണ്ണാണ് സീരിയൽ ഇൻ പാരലൽ ഔട്ട് ഷിഫ്റ്റ് രജിസ്റ്റർ. അതിൽ ആകെ ഒരു ഡിഫറൻസേ ഉള്ളൂ. അവിടെ എന്താണ്, ഇൻപുട്ട് പിൻ ഒരു സിംഗിൾ ഇൻപുട്ട് പിന്നാണ്, ഇതിലൂടെ സീരിയലി ഇൻപുട്ട് പാസ് ചെയ്യാണ്. ഇവിടെ അത് തന്നെ സീരിയൽ തന്നെയാണ് ഇൻപുട്ട്, ബട്ട് ഔട്ട്പുട്ട് ഇവിടെ പാരലായിട്ടാണ് എടുക്കുക. അവിടെ എന്തായിരിക്കും, ഇതിൻ്റെ ഔട്ട്പുട്ടായിരുന്നു ഡി ഔട്ടായിട്ട് എടുക്കുക, 1 ബിറ്റ് അറ്റ് എ ടൈം ആണ്. ബട്ട് ഇവിടെ എന്താണ്, എല്ലാത്തിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് സൈമൾട്ടേനിയസ്ലി എടുക്കാൻ പറ്റും. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ സീരിയൽ ഇൻ പാരലൽ ഔട്ട് ഷിഫ്റ്റ് രജിസ്റ്റർ. സോ ഇവിടെ ഡേറ്റാ ബിറ്റ്സ് എന്താണ്, സീരിയലി ആണ് എൻ്റർ ചെയ്യുന്നത്, ഔട്ട്പുട്ട് എന്താണ്, സൈമൾട്ടേനിയസ് ആയിട്ട് അറ്റ് എ ടൈം ഔട്ട്പുട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇതാണ് സീരിയൽ ഇൻ സീരിയൽ ഔട്ടും സീരിയൽ ഇൻ പാരലൽ ഔട്ടും. അപ്പോൾ ഇത് രണ്ടും ക്ലിയർ അല്ലേ? അപ്പോൾ ഷിഫ്റ്റ് രജിസ്റ്റർ എന്ന് പറയുമ്പോഴേ ഓർക്കുക, അവിടെ ഒരു ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എത്ര ബിറ്റ് ഓഫ് ഡേറ്റ സ്റ്റോർ ചെയ്യണോ അത്രയും നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ടാവും. എല്ലാം ഡി ഫ്ലിപ്പ് ഫ്ലോപ്പാണ് യൂസ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ സർക്യൂട്ട് നമുക്ക് വരയ്ക്കാം. ഇൻപുട്ട് സീരിയലി ഇൻപുട്ട് കൊടുക്കുന്നു. ഓരോ ഷിഫ്റ്റിലും നമ്മുടെ ക്ലോക്കിൻ്റെ ഫോളിംഗ് എഡ്ജ് വരുമ്പോഴത്തേക്ക് ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പിലെയും ഡേറ്റ അടുത്തയിലേക്ക് എന്ത് ചെയ്യുന്നു, ഷിഫ്റ്റ് ആയിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ നിങ്ങളതൊരു എക്സാമ്പിൾ വരച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ഇവിടെ ഈ സീരിയൽ ഇൻ സീരിയൽ ഔട്ട് നമ്മൾ ലെഫ്റ്റ് ഷിഫ്റ്റ് ആണ് ചെയ്തത്. ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് പോകുന്നത്, അല്ലാതെ റൈറ്റ് സൈഡിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യുന്ന ഷിഫ്റ്റ് രജിസ്റ്റർ ഉണ്ട് കേട്ടോ. ദാറ്റ് മീൻസ് ഇവിടെ ഡി ഇൻപുട്ട് കൊടുക്കുന്നു, ഇവിടുന്ന് ഡി ഔട്ട് എടുക്കുന്നു. റൈറ്റ് സൈഡിൽ ഇങ്ങോട്ടേക്കാണ് ഷിഫ്റ്റ് ആവുക. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും, ഇവിടെ ഡി ഇൻ കൊടുക്കും, ഇവിടെ ഡി ഔട്ട് കൊടുക്കും, സെയിം സർക്യൂട്ട് തന്നെ. സോ ഫസ്റ്റ് ക്ലോക്കിൽ എന്തായിരിക്കും, നമ്മുടെ ഡേറ്റ ഇവിടെ 1 ആവും, ബാക്കിയെല്ലാം 0 ആയിരിക്കും. 0 0 0 1 ആയിരിക്കും. അടുത്തയിലാകുമ്പോൾ 0 0 1 1 ആയിരിക്കും. അടുത്തതിൽ 0 1 1 1 ആയിരിക്കും. ലാസ്റ്റ് 1 1 1 1 ആയിരിക്കും. അങ്ങനെ ലെഫ്റ്റ് ഷിഫ്റ്റോ അല്ലെങ്കിൽ റൈറ്റ് ഷിഫ്റ്റോ ചെയ്യുന്ന ഷിഫ്റ്റ് രജിസ്റ്റർ ഉണ്ട്. അപ്പോൾ ഇത്രയാണ് ഷിഫ്റ്റ് രജിസ്റ്റർ പഠിക്കാനുള്ളത്. സോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത 2 ടൈപ്പാണ് പഠിക്കാനുള്ളത്. പാരലൽ ഇൻ സീരിയൽ ഔട്ടും പാരലൽ ഇൻ പാരലൽ ഔട്ടും ആണ് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോടും ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.